വയനാടൻ കോട്ടയിലെ അംഗം ആകെ രസമാണ്. അവിടെ ഒരാൾ വാളെടുക്കാൻ കൂട്ടാക്കുന്നില്ല. I am not going to say a word against the CPM. അങ്ങനെ ഒരു സൗജന്യം വേണ്ട, പറഞ്ഞോളൂ. എന്താ പറയാനുള്ളത്? എന്താണ് പറയാനുള്ളത് പറയൂ. From me, you will not hear a word in my campaign against the CPM. ദയവ് ചെയ്ത് രാഹുൽ ഗാന്ധി എന്തെങ്കിലും ഞങ്ങൾക്കെതിരായിട്ട് പറയണം. ഞങ്ങൾക്ക് അങ്ങോട്ട് പറയാൻ അവസരം കിട്ടുമല്ലോ. സത്യത്തിൽ CPM നേതാക്കൾ രാഹുൽ ഗാന്ധിയെ കൊണ്ട് കുടുങ്ങിപ്പോയി. രാഹുൽ ഗാന്ധിയുടെ ഒരു സഹജമായ സ്വഭാവമാണിത്. ലോകസഭയിൽ അദ്ദേഹം ഒരു പ്രസംഗം നടത്തിയല്ലോ നേരത്തെ. നരേന്ദ്രമോദിയെ ചൗക്കീദാർ, ചോർഹേ എന്ന് 3 പ്രാവശ്യം വിളിച്ചു. കള്ളനാണ് കള്ളനാണ് കള്ളനാണെന്ന് വിളിച്ചിട്ട് പ്രസംഗം കഴിഞ്ഞ ഉടനെ നരേന്ദ്രമോദിയെ കയറി പൊട്ടിപ്പിടിച്ചു. എന്നിട്ടൊരു ഉമ്മവും കൊടുത്തു നരേന്ദ്രമോദി. അതാണ് രാഹുൽ ഗാന്ധി. ഏതായാലും കോടിയേരി സഖാവ് ആ രാഹുൽ ഗാന്ധി പോകുന്ന വഴിയിലെങ്ങും പോയി നിൽക്കരുത്. കണ്ടാൽ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് കളയും. വയനാട്ടിൽ അങ്ങനെയൊക്കെ ആണെങ്കിലും കോഴിക്കോട്ടെത്തിയാൽ കോൺഗ്രസ്സുകാർക്ക് കരച്ചിലാണ്. രാഘവന്റെ വികസനമായി നമുക്ക് എടുത്തു കാണിക്കാൻ ഒട്ടേറെ പദ്ധതികൾ ജനസമക്ഷം അവതരിപ്പിക്കാൻ നമ്മുടെ കൈവശമുണ്ട്. അബുവിൻ്റെ പറച്ചിൽ കേട്ടാൽ തോന്നും പ്രദീപ് കുമാറിന് ചെയ്തതൊന്നും എടുത്തു കാണിക്കാനില്ല എന്ന്. എന്നാൽ ഇവിടെ 13 വർഷം MLA ആയി പ്രവർത്തിക്കാൻ സാധിച്ച പ്രദീപ് കുമാറിൻ്റെതായ ഏതെങ്കിലും ഒരു പദ്ധതി അദ്ദേഹം ഇനീഷ്യേറ്റ് എടുത്ത് മുൻകൈയെടുത്ത് ഈ നോർത്ത് നിയോജക മണ്ഡലത്തിൽ നേടിത്തരുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ടോ? ആകെ എല്ലാ യോഗങ്ങളിലും അവർ പറയുന്നത് നടക്കാവ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തി 15 കോടി രൂപ അവിടെ ചെലവഴിച്ചു എന്നൊക്കെയാ പറയുന്നത്. CP ജോണിന് ഈ കാര്യം അറിയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നടക്കാവ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സൗകര്യമൊരുക്കുവാൻ 15 കോടി രൂപ ചെലവഴിച്ചത് PK അഹമ്മദ് സാഹിബിന്റെ മകൻ ഫൈസലിന്റെ പണമാണ്. പക്ഷേ പ്രദീപ് കുമാർ ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞുകൂടാ. മൂപ്പരൊരു 2 ലക്ഷം രൂപ MLA ഫണ്ടിൽ നിന്ന് സ്കൂളിന്റെ ഗേറ്റ് കെട്ടാൻ അനുവദിച്ചിരിക്കുന്നു. എന്നിട്ട് ആ ഗേറ്റിലും ചുറ്റുമതിലിലും പിച്ചള കൊണ്ട് പ്രദീപ് കുമാർ വക, പ്രദീപ് കുമാർ വക, പ്രദീപ് കുമാർ വക എന്ന് എഴുതി വെച്ചിരിക്കുകയാണ്. അതുപോലും പ്രദീപ് കുമാറിന്റെ ആശയമല്ല അത്രേ, അതും കടമെടുത്തതാണ്. പണ്ട് രാജുകാര് ഒരു ക്ഷേത്രത്തിലേക്ക് ആനയെ നടയിരുത്താൻ തന്റെ കാര്യസ്ഥനായ ബാബുവിനെ ചുമതലപ്പെടുത്തുകയുണ്ടായി. ബാബു ക്ഷേത്ര അധികൃതരുമായി സംസാരിച്ചു. എന്റെ മുതലാളി ഹാജിയാര് നിങ്ങളുടെ ക്ഷേത്രത്തിലേക്ക് ഒരു ആനയെ തരാൻ തീരുമാനിച്ചിരിക്കുന്നു. ക്ഷേത്ര അധികാരികൾക്ക് സന്തോഷമായി. എപ്പോൾ വേണമെങ്കിലും കൊണ്ടുവന്നുകൊള്ളാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ കാര്യസ്ഥനായ ബാബു ഹാജിയാര് നൽകിയ ഒരു കൊമ്പനാനയുമായി ക്ഷേത്രത്തിൽ ചെന്നു. ആ കൊമ്പനാനയെ നടയിരുത്തുമ്പോ കാര്യസ്ഥൻ ബാബു പറഞ്ഞു, എന്റെ മുതലാളി ഹാജിയാര് തന്ന ആനയാണ്, എനിക്ക് ആ ആനയുടെ കഴുത്തിൽ ഒരു മണി എന്റെ വകയായി കെട്ടണം എന്നുണ്ട്, അതിന് നിങ്ങൾക്ക് വിരോധമുണ്ടെന്ന് വെച്ചു. ക്ഷേത്രാധികാരി പറഞ്ഞു, ബാബുവിന്റെ വക ഒരു മണിയുമായിക്കോട്ടെ എന്ന് പറഞ്ഞു. ബാബു ആട് സമർത്ഥനായിരുന്നു. ആ മണിയുടെ ചുറ്റുഭാഗവും എന്റെ ആശിമെ ഈ കോടാണിന്റെ ചുറ്റുഭാഗവും ബാബു വക, ബാബു വക, ബാബു വക എന്ന് എഴുതി വെച്ചു. ഈ മണി ആനന്റെ കഴുത്ത് കെട്ടി ആനങ്ങനെ നടക്കുമ്പോ കോടാണി ഇങ്ങനെ ഇളകും. നോക്കുമ്പോ ഇതിൽ കാണുന്നത് ബാബു വക, ബാബു വക, ബാബു വക എന്നാണ്. കൊമ്പനാനയെ കൊടുത്ത ഹാജിയാരുടെ പേര് ഒരു സ്ഥലത്തുമില്ല. കോടാണി കൊടുത്ത ബാബുവിന്റെ പേരേ ഉള്ളൂ. 15 കോടി രൂപ ഈ നടക്കാവ് ഹയർ സെക്കൻഡറി സ്കൂളിന് അനുവദിച്ച ഫൈസൽ ഫൗണ്ടേഷന്റെ മുതലാളിയായ ഫൈസലിന്റെ അല്ലെങ്കിൽ അഹമ്മദ് സാഹിബിന്റെ പേര് ആ സ്കൂളിൽ ഒരിടത്തുമില്ല.
മറിച്ച് നമ്മുടെ സാമർഥ്യമുള്ള, ഇതൊരു നല്ല സാമർഥ്യമല്ല, പ്രദീപ് കുമാറിന്റെ പേര് ആ സ്കൂളിന്റെ പലയിടത്തും എഴുതി വെച്ചിരിക്കുകയാണ്. വോട്ട് എണ്ണിക്കഴിയുമ്പോഴറിയാം പ്രദീപ് കുമാറിൻ്റെ പേര് എവിടെയൊക്കെ എഴുതപ്പെടും എന്ന്. ഏതായാലും അതുവരെ കാത്തു നിൽക്കുന്നില്ല. പൊളിറ്റിക്സ് പോവുകയാണ്. നന്ദി, നമസ്കാരം.